പുത്തൂരിലെ തൃശൂർ സുവോളജിക്കൽ പാർക്ക് അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും. ഞങ്ങളുടെ പ്രതിനിധി അശ്വതി ചേരുന്നു. അശ്വതി, എവിടം വരെ ഉദ്ഘാടനത്തിന്റെ ചടങ്ങുകൾ, ഘോഷയാത്രയെല്ലാം തുടങ്ങാറായോ? പ്രിയങ്ക, മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തൃശൂർ സുവോളജിക്കൽ പാർക്ക് നാടിന് സമർപ്പിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇതിൽ പങ്കെടുക്കാനായിട്ട് വിശിഷ്ട വ്യക്തിത്വങ്ങളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. മന്ത്രിമാരും അതുപോലെ തന്നെ ജനപ്രതിനിധികളും എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മാത്രമല്ല, ഈ ഒരു ചടങ്ങിന്റെ ഭാഗമാകാനായിട്ട് ധാരാളം ജനങ്ങളും ഇവിടേക്ക് ഒഴുകി എത്തുന്ന കാഴ്ചയാണ് ഇവിടെ കാണാനായിട്ടുള്ളത്. കുട്ടികളും മുതിർന്നവരും എല്ലാവരും തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി ഉദ്ഘാടനത്തിനായി ഒരുങ്ങിയിരിക്കുകയാണ് പുത്തൂർ. അതുപോലെ തന്നെ ഇവിടുത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ധാരാളം ആളുകൾ ഒത്തിരി ആകാംക്ഷയോട് കൂടിയാണ് ഇവിടെ എത്തുന്നത് എന്നുള്ളതാണ്. എല്ലാവരും ഇതിന്റെ ഒരു ഭാഗമാകുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വരുന്ന 2 മാസം ട്രയൽ റൺ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനുവരിയിലാണ് പൊതുജനങ്ങൾക്കായി മുഴുവനായും ഇവിടെ തുറന്നു കൊടുക്കപ്പെടുന്നത്. അതിനു മുൻപുള്ള ഈ 2 മാസം ട്രയൽ റൺ ആണ്. സ്റ്റുഡൻസിനും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഓരോ ഗ്രൂപ്പുകൾക്കായിട്ടാണ് ഈ 2 മാസത്തെ ട്രയൽ റൺ. അവർക്കാണ് ഈ കാഴ്ചകൾ കാണാനായിട്ടുള്ള അവസരം ഒരുക്കുന്നത്. അതുപോലെ തന്നെ വെള്ളക്കടുവ, മഞ്ഞ അനക്കോണ്ട എന്നിവയൊക്കെ എത്തിക്കാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. വിദേശത്ത് നിന്നും പച്ച അനക്കോണ്ട, ജിറാഫ്, സീബ്ര എന്നിവയൊക്കെ എത്തിക്കുന്നുണ്ട്. 4.5 കിലോമീറ്ററോളം ചുറ്റിക്കറങ്ങി കാണാനുള്ള കാഴ്ചകളാണ് സുവോളജിക്കൽ പാർക്കിൽ ഒരുക്കിയിട്ടുള്ളത്. 5 കേന്ദ്രങ്ങളിലായിട്ട് കഫ്റ്റേരിയകളും ഒരുക്കിയിട്ടുണ്ട്. 15 ലക്ഷം ലിറ്റർ വെള്ളം ഉൾക്കൊള്ളാവുന്ന ക്രമീകരണമാണ് സുവോളജിക്കൽ പാർക്കിനകത്ത് ഒരുക്കിയിട്ടുള്ളത്. നിലവില് 44 ഇനങ്ങളിലായി 439 ജീവികളാണ് പാർക്കിനകത്തുള്ളത്. നാളെ മുതൽ ട്രയൽ റൺ തുടങ്ങുകയാണ്. വിദ്യാർത്ഥികളും മുതിർന്ന പൗരന്മാരും തുടങ്ങി നിശ്ചിത ഗ്രൂപ്പുകൾക്കാണ് ഈ 2 മാസത്തെ ട്രയൽ റണ്ണിൽ നമുക്ക് സുവോളജിക്കൽ പാർക്കിൽ കാണാനായി അവസരം ഒരുക്കുന്നത്. ജനുവരിയിൽ പൊതുജനങ്ങൾക്ക് പൂർണ്ണമായും പ്രവേശനം അനുവദിക്കുന്നതിനോടൊപ്പം തന്നെ തൃശ്ശൂരിൽ നിന്നും സുവോളജിക്കൽ പാർക്കിലേക്ക് KSRTCയുടെ ഡബിൾ ഡെക്കർ ബസ്സും ജനുവരി മുതൽ സർവീസ് ആരംഭിക്കുന്നുണ്ട്. ഒരു വർഷം 50 ലക്ഷം പേർ സുവോളജിക്കൽ പാർക്കിൽ എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ചുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി ജനങ്ങളെല്ലാം എത്തിക്കൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം തൃശൂർ സുവോളജിക്കൽ പാർക്ക് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ സുവോളജിക്കൽ പാർക്ക്, ഇന്ത്യയിലെ ഏറ്റവും വലിയ, കേരളത്തിലെ ഏറ്റവും വലിയ സുവോളജിക്കൽ പാർക്ക്, ഡിസൈനർ പാർക്ക് എന്നുള്ള കാര്യം എടുത്താലും ഇന്ത്യയിലെ ഏറ്റവും വലുതായ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനം അല്പസമയത്തിനകം ഇവിടെ പുത്തൂരിൽ നടക്കുകയാണ്. പ്രിയങ്ക.